ഈ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ വന്ന വേറൊരു സ്ഥലമുണ്ട്. ഞാനൊരു പ്രവാചക ശബ്ദത്തിൽ പറയില്ല. ഒന്ന് നമ്മുടെ കാട്ടാക്കടയ്ക്ക് വെള്ളറടയ്ക്ക് അപ്പുറത്തുള്ള അമ്പൂരി എന്നൊക്കെ ഉണ്ടായതാണല്ലോ, വളരെ ദൗർബല്യമുള്ള ഏരിയയാണ്. അതേപോലെ മറ്റൊരു വലിയ നമ്മുടെ ആക്കുളം ജലാശയങ്ങൾ, അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇന്ത്യയുടെ ദുരന്ത ഭൂപടത്തിൽ കേരളത്തിനെ സവിശേഷമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണ മലയാളിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കോഴിക്കോട്ടൊക്കെ ചില നമ്മുടെ പത്രവാർത്തകളിൽ കിണർ ഇടിഞ്ഞു പോയി, ഇന്ന് കിണർ പെട്ടെന്ന് താന്നു. അതൊരു വലിയൊരു പ്രതിഭാസമാണ്. അത് നമ്മൾ മലയാളികൾ ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. വയനാടുള്ള പ്രശ്നം അറിയാം. മണ്ണിൻ്റെ ഒരു പാളിയുണ്ട്, അത് കഴിഞ്ഞ് ഇളകിയ പാറക്കഷ്ണങ്ങളുടെ പാളിയുണ്ട്, പിന്നെയും മണ്ണിൻ്റെ പാളി, പിന്നെയും പാറ. അങ്ങനെയാണ് വയനാടിൻ്റെ ഒരു വലിയൊരു ഭൂപ്രകൃതി. അങ്ങനെ വയനാടിൻ്റെ സംസാരിക്കും. അവിടെ ദുരന്തം പുത്തുമലയിൽ വലിയൊരു കിഴക്കൻ തൂക്കായ ഒരു മലയുടെ അവിടെ നിന്നല്ല ഇത് വന്നത്. ഒരു സാധാരണ ഒരു കുന്നിൻ ചരിവിലുള്ള അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രദേശം വളരെ അടുത്തറിയാമെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന് വെറും 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ബാധിത പ്രദേശം. 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഒരു മലയുടെ, ഒരു വലിയ കിഴക്കൻ തൂക്കായ ഒരു മലയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ ജലപ്രവാഹം തുടങ്ങുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? ഭൗമപാളികൾക്കിടയിൽ കൂടെ ഈ വെള്ളം ജലാശയങ്ങളായിട്ട് മാറുകയും അത് വലിയ ജലാശയങ്ങളായിട്ട് മാറുകയും തടാകത്തിന് സമാനമായിട്ടുള്ള ജലാശയങ്ങൾ ഭൂമിക്കടിയിൽ രൂപപ്പെടുകയും ചെയ്യും. നമ്മളത് കാണുന്നേയില്ല. മുകളിൽ പച്ചപ്പും മരവും ഒക്കെ നിൽക്കും, പക്ഷേ അടിയിൽ ജലാശയം. നിങ്ങൾക്കറിയാമല്ലോ, 1 കിലോ ഭാരമാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉള്ളത്. ഇത് കോടിക്കണക്കിന് ലിറ്ററാണ്. ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഒരു 5000 ലിറ്റർ 10000 ലിറ്ററൊക്കെയാണ്. ഇവിടെ ഒരു ആദ്യം ചെറിയൊരു ഹോളുണ്ടാകുന്നു, ഒരു പൈപ്പിൻ്റെ വീതിയിലുള്ള 6 ഇഞ്ച്. നിമിഷങ്ങൾക്കത് വലിയൊരു ഹോളായിട്ട് മാറുന്നു. ഏകദേശം 8-10 മീറ്ററുള്ള വലിയ ഹോളായിട്ട് മാറുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടെ വരുന്ന ജലപാതം അതീവ സമ്മർദ്ദത്തിലാണ് വരുന്നത്. ഈ ജലപാതത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ആലോചിച്ചു. 1 കോടി ഈ ലിറ്റർ എന്ന് പറയുന്നത് 1 കോടി വെയിറ്റാണ്, അതിൻ്റെ കിലോ ആണ്. അത് നമ്മുടെ ബാക്കിയുള്ള പാറക്കഷ്ണങ്ങളും മണ്ണും എല്ലാം എടുത്ത് ആ പ്രവാഹത്തെ നമുക്ക് തടയാനൊക്കില്ല, ആർക്കും തടയാനൊക്കില്ല. ഇപ്പം വെള്ളം മോളിൽ നിന്ന് വരുന്നു. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ പറയുന്നത് മുണ്ടക്കൈ മോളിൽ നിന്ന് വരുന്നു. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ വെള്ളം പരക്കുന്നു. റൂം ഫോർ റിവർ നമ്മൾ പറയുന്നു. വെള്ളം 2 കൈവഴികളായിട്ട് പരക്കുന്നു. അതിൻ്റെ സൈഡിലുള്ള എല്ലാം തകർത്ത് തീർക്കുന്നു. ഒരു ചെറുപട്ടണത്തെ നാമാവശേഷമാക്കി. പിന്നെ സൂചിപ്പാറയിലേക്ക് പോകുന്നു. ഈ മേപ്പാടിയുടെ ഭാഗമാണ്. മേപ്പാടി സൂചിപ്പാറയിലെത്തുമ്പോൾ പിന്നെയും പതിക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങ് നമ്മൾ പോത്തുകല്ലിലേക്ക് ദൂരം, ഈ മുണ്ടക്കൈയിൽ നിന്നുള്ള പോത്തുകല്ലിലേക്ക് 25 കിലോമീറ്റർ. അതിൽ നിന്നും 10-20 കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂർ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് ഈ മൃതശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം 40-50 കിലോമീറ്ററോളം ഈ കിഴക്കാൻ തൂക്കായ സ്ഥലങ്ങളിലൂടെ പരന്നൊഴുകി ഈ ശക്തിയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയാണ്. ആപ്തവാക്യം പോലെ പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഡോണ്ട് കിൽ പീപ്പിൾ ബട്ട് ബിൽഡിങ്സ് ഡു എന്ന് പറയും. അത് കെട്ടിടങ്ങളിൽ കുടുങ്ങിയാണ്. ഞാൻ പറയും, ഇപ്പം നോക്കൂ, ഇപ്പോഴത്തെ ഈ ഇതിനകത്ത് നമ്മൾ 200-ലധികം ഇതിലേക്ക് സംഖ്യ നീങ്ങുകയാണ്. 200 പേരിൽ ഒരു 150 പേരെങ്കിലും മരിച്ചിട്ടുള്ളത് കെട്ടിടത്തിനകത്ത് കുടുങ്ങിയിട്ടാണ്. കുടുങ്ങി രക്ഷപ്പെടാനാവാതെ പിന്നെ കെട്ടിടം തകർന്നു പോവുകയും അതോടൊപ്പം ഒഴുകി പോവുകയും ചെയ്യുന്ന മൃതശരീരങ്ങൾ എടുക്കുന്നത്. ഇത് മരിച്ചു പോകുന്നത് സാധാരണക്കാരല്ല, പാവപ്പെട്ടവർ, ഒരു ഗതിയും ഇല്ലാത്ത. എപ്പോൾ എല്ലാ ലോകത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കെല്ലാം മരിക്കുന്നത് പാവപ്പെട്ടവർ. ഒരു മലയിലാണ് വീട് വെക്കുന്നതെങ്കിൽ മലയുടേതാവണം, മലയുടെ മുകളിലാവരുത്. വെൻ യു ആർ ബിൽഡിംഗ് എ ഹൗസ് ഓൺ എ മൗണ്ടൻ, ഇറ്റ് ഷുഡ് ബി ഓഫ് എ മൗണ്ടൻ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺ എ മൗണ്ടൻ എന്ന് പറയുന്നത് ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ ആർക്കിടെക്റ്റാണ്. ഭൂമി എന്ന് പറയുന്നത് ദേവദത്തമാണ്, അതിനെ വേദനിപ്പിക്കരുത്. അതിന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് കണ്ണുനീര് വരും. ഭൂമിക്കൊരു ആത്മാവുണ്ട്, അതിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു കനിവാണ്. ഞാൻ പറയുന്നത് കനവുമാണ്, കനിവുമാണ്, അതൊരു ആർദ്രതയാണ്. പലപ്പോഴും കൗതുകപൂർവ്വം പറയാറുണ്ട്, നമുക്ക് JCB എന്ന് പറയുന്ന മെഷീനിൽ അത് കേരളത്തിന് ഹൃദയം മാന്തി പറിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്നെ ആട്ടി പുറത്താക്കിയില്ല എന്നേ ഉള്ളൂ. അതിനെന്നെ ശകാരിച്ച് എന്നെ മാറ്റി. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ വീടല്ല, എൻ്റെ കൂടെയുള്ള കുടുംബമാണ്. കുടുംബം നഷ്ടപ്പെട്ടവൻ എന്തിന് വീടെന്ന് ചോദിച്ചൊരു ഒരു വൃദ്ധനായിട്ടുള്ളൊരു ഒഡീഷ ഗോത്രവർഗ്ഗക്കാരനുണ്ട്. ഞാൻ അയാളെ മറക്കില്ല.
ബീന കണ്ട ലോകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് ബീന എന്നുള്ള സെഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലാത്ത ഒരാളാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആർക്കിടെക്ട് ശങ്കർ. ശങ്കറിനെ കുറിച്ച് പറയുമ്പോൾ ശങ്കർ ലോകം അറിയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. ഗ്രീൻ ആർക്കിടെക്റ്റ് എന്നോ പീപ്പിൾസ് ആർക്കിടെക്റ്റ് എന്നോ ഒക്കെ വിളിക്കുന്ന ഒരുപാട് വീടുകൾക്ക് ജീവൻ കൊടുത്ത, ആത്മാവ് കൊടുത്ത, അതിനകത്തെ മനുഷ്യർക്ക് എന്താണ് പറയുന്നത്, സന്തോഷമുള്ള ജീവിതം കൊടുത്ത ഒരാളാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ശങ്കർ എന്താണ് വീടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ കുറിച്ചോ ഉള്ള അത്തരം അനുഭവങ്ങൾക്കപ്പുറത്ത് നമുക്ക് കേരളത്തിൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന വലിയൊരു ദുരന്തം, വയനാട് ദുരന്തം നടന്നിരിക്കുകയാണ്. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത്? കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞെന്ന് മനസ്സിലായി. ശങ്കറിനെ പോലെ ഈ മേഖലയിൽ പുനരധിവാസ മേഖലയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യക്കാരനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഈ ദുരന്തങ്ങളുടെ ഈ വഴികളിൽ കൂടെ നടന്നിട്ട് എനിക്കറിയാവുന്ന പോലെ ഏകദേശം 3.5 ദശാബ്ദങ്ങളായിരുന്നു. ഞാൻ ഇന്ത്യയിൽ നടന്ന ഈ കഴിഞ്ഞ 35 വർഷം നടന്നിട്ടുള്ള ഇന്ത്യയിലെ വിവിധ ഭൂഭാഗങ്ങൾ നടന്നിട്ടുള്ള, അത് ഗുജറാത്ത് ആണെങ്കിലും ഒറീസ ആണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഉത്തരകാശി ആണെങ്കിലും ലത്തൂരിലാണെങ്കിലും ഒക്കെ തന്നെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ലോകത്ത് അത് കഴിഞ്ഞ് നടന്നു 2004 കഴിഞ്ഞിട്ട് ഇപ്പോൾ സുനാമിയുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ അന്താരാഷ്ട്ര നേതൃത്വം ഹാബിറ്റേറ്റ് ഉൾപ്പെടുന്ന സംഘടന, യുണൈറ്റഡ് നേഷൻസുമായിട്ട്, അതെ, ഐക്യരാഷ്ട്രസഭയുടെ 2 മിഷൻ ചീഫായിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമേ ഉള്ളൂ, എല്ലാ ദുരന്തങ്ങളും നമുക്ക് അമൂല്യങ്ങളായിട്ടുള്ള ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് കടന്നു പറയുമ്പോൾ. അതെ, വളരെ ഓരോ പാഠങ്ങൾ മാത്രമല്ല, ഒരുപാട് അവസരങ്ങൾ നമ്മളെ നന്നാക്കുവാനായിട്ട്, ഒരു പുനർനിർമ്മിതിയുടെ ഒരുപാട് അവസരങ്ങൾ ബാക്കി വെച്ചിട്ടാണ് കടന്നു പോകുന്നത്. അതിനകത്തുള്ള സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 2004 കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലൂടെ കേരളം കടന്നു. നമ്മുടെ ഓർക്കാപ്പുറത്ത് നമ്മുടെ രാക്ഷസ തിരമാലകൾ കടന്നു വരികയും ഒരു ഓർക്കാപ്പുറത്ത് ഒരു ചെറിയ കേരളത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭൂഭാഗത്തിൽ നമ്മൾ അത് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ നമ്മൾ പകച്ച് നിന്നുപോയി. അന്ന് ആലപ്പാട്ട് പ്രവൃത്തിയെടുത്ത ഒരാളാണ്. അന്ന് ഈ സുനാമി വന്നപ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ദുരന്ത മേഖലയിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ദുരന്തം വന്നു, നമ്മൾ അന്ന് ഈ ദുരന്തത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ദുരന്തം വന്നത്. 2004 ദുരന്ത നിവാരണ അതോറിറ്റി ഇല്ല, അതിനുള്ള ചിന്തകളില്ല. ഇന്ത്യയിൽ തന്നെ ഒരു ഭൂപടമില്ലായിരുന്നു, ദുരന്ത ഭൂപടം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് സുനാമി കടന്നു വന്നത്. നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഈ ദുരന്ത ഭൂമികൾക്കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് 1999 ഒറീസയിൽ ഈ സൂപ്പർ സൈക്ലോൺ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഈ സുനാമിയായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ മേഖലയിൽ ആദ്യമായിട്ട് പോയി പ്രവർത്തിച്ച ഒരാളാണ്, എനിക്കറിയില്ലായിരുന്നു. തെങ്ങിന്റെ മുകളിലൊക്കെ തിരമാല വന്നു എന്ന് കേട്ടിട്ടുണ്ട്, കൃഷ്ണ ജില്ലയിലൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം 2004 കേരളത്തിൽ ഈ തിരമാല വന്നത് അത് സുനാമിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അറിവില്ലായ്മയുടെ വലിയൊരു മേഖലയിലാണ് നമ്മൾ. പക്ഷേ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ 2019 18 വെള്ളപ്പൊക്കം, 19 രണ്ടാമത്തെ വെള്ളപ്പൊക്കം, 2020 കോവിഡ് മഹാമാരി, ഇതൊക്കെ ദുരന്തങ്ങളാണ് പല രീതിയിൽ. ഈ ദുരന്തങ്ങളിൽ കേരളം ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ടെന്ന്, സമാനതകളില്ലാത്ത രീതിയിൽ, ഞാനത് പറയാൻ അടിവരയിട്ട് പറയാൻ, ലോക സാമൂഹ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒന്നിച്ച് നിൽക്കാൻ, അത് ഒറ്റ മെയ്യായിട്ട്, ഒറ്റ കരളായിട്ട്, ഒറ്റ മനസ്സോടുകൂടി നമ്മൾ ഒന്നിച്ചിരുന്ന പ്രവൃത്തിയാണ് ഇപ്പോഴും നമ്മൾ റോഡിലൊക്കെ വരുമ്പോൾ ആളുകൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. ഇത്രയും ദൂരെയുള്ള തിരുവനന്തപുരം നഗരത്തിൽ പോലും എത്ര ജാഗ്രതയോടെ കരുതലോടെ ആളുകൾ നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊരു വളരെ സന്തോഷത്തെ എന്ന കാഴ്ചയാണ്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു വരുന്ന, അതല്ല, ഈ 2004 സുനാമി വന്നപ്പോഴും 2018 ഓർക്കാപ്പുറത്ത് നമ്മുടെ കേരളത്തെ പ്രളയം കടന്നു പോയപ്പോഴും 2019 നമ്മൾ വീണ്ടും പ്രളയം കടന്നു വന്നപ്പോഴും നമ്മൾ പഠിക്കാത്തൊരു പാഠമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഇന്ത്യയുടെ ദുരന്ത ഭൂപടത്തിൽ കേരളത്തിനെ സവിശേഷമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണ മലയാളിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതായത് നമ്മുടെ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഭാഗത്ത് മിതമായ അപകട സാധ്യതയുള്ള മേഖലയായിട്ടാണ് ഈ ദുരന്ത ഭൂപടത്തെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ജോലി ചെയ്തിരുന്ന ഒറീസയിൽ സൂപ്പർ സൈക്ലോൺ നടന്ന ഒറീസയിൽ, അതുപോലെ മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ, ഉത്തരകാശിയിൽ,
ഉത്തരാഖണ്ഡിൽ, ഗുജറാത്തിലെ അഞ്ചാർ തുടങ്ങിയിട്ടുള്ള ഭൂകമ്പ മേഖലകൾ, ഇതൊക്കെ ഇതേ ഭൂപടത്തിൽ മിതമായിട്ടുള്ള അപകട സാധ്യതയുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അവിടെയാണ് വലിയ ദുരന്തങ്ങളുണ്ടായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മണ്ണിന് കീഴിൽ മരണം പതിയിരിപ്പുണ്ടെന്നതിനാണ്. അതിനെ നമ്മൾ അതിജീവിക്കുവാനായിട്ട്, പ്രതിരോധിക്കുവാനായിട്ട് നടപടികളിലേക്ക് നീങ്ങണം. ഇപ്പോൾ അത് സംസാരിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. അത് നടപടി നീക്കണം. പക്ഷേ 2018 പ്രളയത്തിൽ ഞാൻ പറയട്ടെ, പുത്തുമലയിൽ നടന്നത് വളരെ സമാനമായിട്ടുള്ള 18ലാണ് നടന്നിട്ടുള്ളത്. 19 കവളപ്പാറയിൽ നടന്നു. കവളപ്പാറയിലും പുത്തുമലയിലും നടന്നത് സമാനമായിട്ടുള്ള ഇതാണ്. ഞാൻ അന്ന് മറ്റ് മാധ്യമങ്ങളോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഒരാളാണ്. ദുരന്തഭൂമിയിൽ ഒരുപാട് പുനർനിർമ്മിതി ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പുനർനിർമ്മിതിക്ക് എനിക്ക് അതിലൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുത്തുമലയിൽ ചെല്ലുമ്പം കണ്ട കാഴ്ച ഹൃദയഭേദമായിരുന്നു. എനിക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു പുത്തൻ പ്രതിഭാസം. അതിനെക്കുറിച്ച് പഠിക്കാൻ നിർബന്ധമായത് 6 വർഷങ്ങൾക്ക് മുമ്പ് 2018 ഞാൻ പോകുന്ന വഴിയിലെല്ലാം, അതായത് ലക്കടിയിൽ നിന്ന് നമ്മൾ ചുരം കയറി വയനാട് കയറുന്ന പ്രദേശം തൊട്ട് പൂക്കോട് തടാകത്തിന് മുമ്പുള്ള പ്രദേശം തൊട്ട് അങ്ങറ്റ മുത്തങ്ങ, വയനാടിന് മറ്റേ അറ്റം കർണാടകയിലേക്ക് കയറുന്ന മുത്തങ്ങ വരെയുള്ള ഭാഗത്ത് 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും ഉൾപ്രദേശങ്ങളിലൊക്കെ നിരന്തരമായിട്ട് മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. 2018 മറ്റൊരു ദൃശ്യം നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുവരട്ടെ. നമുക്ക് വൈത്തിരിയിൽ കയറുമ്പോൾ ഇടതുവശത്ത് ഒരു ബസ് ഷെൽട്ടർ ഉണ്ടായിരുന്നു. ആ ബസ് ഷെൽട്ടർ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള ഒരു പഞ്ചായത്തിൻ്റെ, വൈത്തിരി പഞ്ചായത്തിൻ്റെ, അതിൻ്റെ പുറത്തേക്കാണ് മല ഇടിഞ്ഞു വീണത്. അതിൻ്റെ ഒരു ചെറിയ ദൃശ്യമായിരുന്നു. എന്നെ പേടിപ്പെടുത്തിയത് ഈ നിരന്തരമായിട്ടുള്ള മണ്ണിടിച്ചിലിൻ്റെ കാര്യം. അപ്പം ഞാൻ അതിനെപ്പറ്റി വീണ്ടും ഒരു കൗതുകം കൊണ്ട് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് മണ്ണിടിയാണ്. നമ്മുടെ ഈ കോഴിക്കോട്ടൊക്കെ ചില നമ്മുടെ പത്രവാർത്തകളിൽ കിണർ ഇടിഞ്ഞു പോയി, കിണർ പെട്ടെന്ന് താന്നു. അതൊരു വലിയൊരു പ്രതിഭാസമാണ്. അത് നമ്മൾ മലയാളികൾ ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ ഭൗമശാസ്ത്രത്തിൽ മാത്രമല്ല, നമ്മുടെ മണ്ണിൻ്റെ ഘടന ഈ ഉത്തർപ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ഉത്തരകാശിയിൽ മണ്ണിലെ ഘടന ഹിമാലയൻ ജിയോളജിയാണ്, അത് പ്രത്യേക ഘടനയാണ്. അതുപോലെ കേരളത്തിലെ വയനാട്, ഇടുക്കിയിലുള്ള മലമ്പ്രദേശത്തെ മണ്ണിൻ്റെ ഘടന വിചിത്രമായിട്ടുള്ള മണ്ണിൻ്റെ മുഴുവൻ വളരെ, അതാണ് പരിസ്ഥിതി ലോലമെന്ന് മാധവ് ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് ലോലപ്രദേശം എന്ന് വെച്ചാൽ ഈ വയനാടുള്ള പ്രശ്നം അറിയാം. മണ്ണിൻ്റെ ഒരു പാളിയുണ്ട്, അത് കഴിഞ്ഞ് ഇളകിയ പാറക്കഷ്ണങ്ങളുടെ പാളിയുണ്ട്, പിന്നെയും മണ്ണിൻ്റെ പാളി, പിന്നെയും പാറ. അങ്ങനെയാണ് വയനാടിൻ്റെ ഒരു വലിയൊരു ഭൂപ്രകൃതി. അങ്ങനെ വയനാടിൻ്റെ സംസാരിക്കും. അവിടെ ദുരന്തമുണ്ട്. അവിടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനെ സ്പർശിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. പ്രത്യേകിച്ച് നിർമ്മാണ കെട്ടിടം മാത്രമല്ല, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡുകൾ പുതുതായിട്ട് അതിലൂടെ ഉണ്ടാക്കുക, അതുപോലെ ഈ കൃഷി രീതികൾ മാറ്റുക, പഴയ റബ്ബർ പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും മാറ്റി പുത്തൻ ഈ വിളകൾ, ഈ നാണ്യവിളകളൊക്കെ നടുക, ഇതൊക്കെയുള്ളത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതേ ആഘാതത്തിൻ്റെ അളവ് നമ്മൾ 2018 വന്ന പുത്തുമലയിൽ വന്ന ദുരന്തത്തെ നമ്മൾ നേരിട്ടറിഞ്ഞാണ്. ഇതേപോലൊരു മല പിളർന്നാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, ഈ ഹൃദയഭേദമായിട്ട് കടന്നു വന്ന ആ ഒരു വെള്ളത്തിൻ്റെ പാച്ചിൽ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. കാരണം ആ മേഖലയിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ദുരന്തം, ഞാൻ പറയുന്ന അതിനേക്കാളും തീവ്രതയുള്ള ദുരന്തമാണ് ഇവിടെ നടക്കാനുള്ളത്. കാരണം ഇതിൽ പുത്തുമലയിൽ വലിയൊരു കിഴക്കൻ തൂക്കായ ഒരു മലയുടെ അവിടെ നിന്നല്ല ഇത് വന്നത്. ഒരു സാധാരണ ഒരു കുന്നിൻ ചരിവിലുള്ള അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ പ്രദേശം വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന് വെറും 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ബാധിത പ്രദേശം. 1.5 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഗൂഗിൾ എർത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു മലയുടെ, ഒരു വലിയ കിഴക്കൻ തൂക്കായ ഒരു മലയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ ജലപ്രവാഹം തുടങ്ങുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? ഭൗമപാളിക്കിടയിൽ കൂടെ ഈ വെള്ളം ജലാശയങ്ങളായിട്ട് മാറുകയും അത് വലിയ ജലാശയങ്ങളായിട്ട് മാറുകയും തടാകത്തിന് സമാനമായിട്ടുള്ള ജലാശയങ്ങൾ ഭൂമിക്കടിയിൽ രൂപപ്പെടുകയും ചെയ്യും. നമ്മളത് കാണുന്നേയില്ല. മുകളിൽ പച്ചപ്പും മരവും ഒക്കെ നിൽക്കും, പക്ഷേ അടിയിൽ ജലാശയം. നിങ്ങൾക്കറിയാമല്ലോ, 1 കിലോ ഭാരമാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉള്ളത്. ഇത് കോടിക്കണക്കിന് ലിറ്ററാണ്
ഒരുപക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഒരു 5000 ലിറ്റർ 10000 ലിറ്ററൊക്കെയാണ്. കോടിക്കണക്കിന് ലിറ്ററാണ് ഈ ജലാശയമായിട്ട് രൂപപ്പെടുന്നത്. അത് ഈ ഭൂമിയിലുള്ള ഉപരിതലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇത് ആദ്യം ജലാശയങ്ങളായിരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ അതെങ്ങനെ രൂപപ്പെടുന്നു? അതാ പറഞ്ഞത്, ഇത് നമ്മുടെ വീട്ടിൽ ഈ ബോർവെൽ അടിക്കുമ്പോൾ അത് നിർത്തുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജലാശയത്തിലാണ് നിർത്തുന്നത്. അവിടെ ശുദ്ധ ഈ കേരളത്തിൻ്റെ സ്രോതസ് കിട്ടും 30 വർഷത്തേക്ക്. അതാണ്. അതേപോലെ ഈ വെള്ളം, മഴ വെള്ളം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു ജലരൂപമാണ്. അത് ഈ മണ്ണിൽ കൂടി ഊർന്ന് അകത്ത് വലിയൊരു ജലാശയം രൂപപ്പെടും. അതിൻ്റെ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് ഇതിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഭൗഗോളിക ദുർബലമാവുന്നൊരു സാധനത്തിൽ മണ്ണൊലിപ്പ് വരാം, നമ്മുടെ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടാകും, ഖനികളുടെ പ്രകമ്പനം ഉണ്ടാകും. ഇങ്ങനെ അതിനകത്ത് അതിവൃഷ്ടിയുടെ കാലത്ത് എന്താ സംഭവിക്കുന്നത്? ഓർക്കാപ്പുറത്ത് പെയ്യുന്ന അതിവൃഷ്ടിയുടെ കാലത്ത് ഏറ്റവും ദുർബലമായ ഭൗമപാളിയിൽ കൂടെ ഇത് വലിയ സമ്മർദ്ദത്തിലൂടെ വെളിയിൽ വരാൻ ശ്രമിക്കും. രസം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്കൊരു ദൃശ്യം മാത്രം കൊണ്ടുവരികയാണ്. 9/11 നമുക്കറിയാം, അമേരിക്കൻ ഐക്യനാടുകളുടെ അഭിമാനം കെടുത്തിയത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ആദ്യം ചെറിയൊരു ഹോളുണ്ടാകുന്നു, ഒരു പൈപ്പിൻ്റെ വീതിയിലുള്ള 6 ഇഞ്ച്. നിമിഷങ്ങൾക്കത് വലിയ ഒരു വലിയൊരു ഹോളായിട്ട് മാറുന്നു. ഏകദേശം 8-10 മീറ്ററുള്ള വലിയ ഹോളായിട്ട് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടെ വരുന്ന ജലപാതം അതീവ സമ്മർദ്ദത്തിലാണ് വരുന്നത്. ഈ ജലപാതത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ആണിച്ചു 1 കോടി ഈ ലിറ്റർ എന്ന് പറയുന്നത് 1 കോടി വെയിറ്റാണ്, അതിൻ്റെ കിലോ ആണ്. അത് നമ്മുടെ ബാക്കിയുള്ള പാറ കഷ്ണങ്ങളും മണ്ണും എല്ലാം എടുത്ത് ആ പ്രവാഹത്തെ നമുക്ക് തടയാനൊക്കില്ല, ആർക്കും തടയാനൊക്കില്ല. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണോ വയനാടൻ മലനിരകളിലാണ് അതെല്ലായിടത്തും? അല്ല, ഞാൻ ഇതിനകത്ത് പ്രശ്നം എന്താ പറയുക, ഇതിങ്ങനെ അകത്ത് താഴെ വരുന്നു. താഴെ നമ്മളൊരു ഭാഗം നികത്തി ഒരു ടൗൺഷിപ്പായിട്ട് മാറ്റി. ഒരു മുണ്ടക്കൈ ടൗൺ എന്ന് പറയും നികത്തിയ സ്ഥലം. അവിടുത്തെ നികത്തിയ സ്ഥലത്ത് ഇപ്പം വെള്ളം മോളിൽ നിന്ന് വരുന്നു. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ പറയുന്നത് മുണ്ടക്കൈയിൽ മോളിൽ നിന്ന് വരുന്നു. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ വെള്ളം പരക്കുന്നു. റൂം ഫോർ റിവർ എന്നുള്ള പറയുന്നു. വെള്ളം 2 കൈവഴികളായിട്ട് പരക്കുന്നു. അതിൻ്റെ സൈഡിലുള്ള എല്ലാം തകർത്ത് തീർക്കുന്നു. ഒരു ചെറുപട്ടണത്തെ നാമാവശേഷമാക്കി. പിന്നെ സൂചിപ്പാറയിലേക്ക് പോകുന്നു. ഈ മേപ്പാടിയുടെ ഭാഗമാണ്. മേപ്പാടി സൂചിപ്പാറയിലെത്തുമ്പോൾ പിന്നെയും പതിക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങ് നമ്മൾ പോത്തുകല്ലിലേക്ക് ദൂരം, ഈ മുണ്ടക്കൈയിൽ നിന്നുള്ള പോത്തുകല്ലിലേക്ക് 25 കിലോമീറ്റർ. അതിൽ നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂർ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് ഈ മൃതശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം 40-50 കിലോമീറ്ററോളം ഈ കിഴക്കാൻ തൂക്കായ സ്ഥലങ്ങളിലൂടെ പരന്നൊഴുകി ഈ ശക്തിയുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയാണ്. ഇതൊരു പുഴയോ നദിയോ ഒന്നുമല്ല ഈ ഒഴുകി വരുന്നത്. ഈ വെള്ളം കിട്ടുന്നതിൽ പാറയും ചെളിയും ഒക്കെ ഇറങ്ങുന്നു കെട്ടുകൾ. ഞങ്ങൾ ഈ ഒരു സമയപ്രവർത്തന രീതിയില്ല, പരിസ്ഥിതിവാദി എന്നുള്ള രീതിയിലല്ല, ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാറുണ്ട്. എൻ്റെ ദുരന്ത ഭൂമികളിലെല്ലാം ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും, ഒരു ആപ്തവാക്യം പോലെ പറയുന്നത്, ഡിസാസ്റ്റേഴ്സ് ഡോണ്ട് കിൽ പീപ്പിൾ ബട്ട് ബിൽഡിങ്സ് ഡു എന്ന് പറയും. അത് കെട്ടിടങ്ങളിൽ കുടുങ്ങിയാണ്. ഞാൻ പറയും, ഇപ്പം നോക്കൂ, ഇപ്പോഴത്തെ ഈ ഇതിനകത്ത് നമ്മൾ 200-ലധികം ഇതിലേക്ക് സംഖ്യ നീങ്ങാണ്. 200 പേരിൽ ഒരു 150 പേരെങ്കിലും മരിച്ചിട്ടുള്ളത് കെട്ടിടത്തിനകത്ത് കുടുങ്ങിയിട്ടാണ്. കുടുങ്ങി രക്ഷപ്പെടാനാവാതെ പിന്നെ കെട്ടിടം തകർന്നു പോവുകയും അതോടൊപ്പം ഒഴുകി പോവുകയും ചെയ്യുന്ന മൃതശരീരങ്ങൾ എടുക്കുന്നത്. കാരണം രാത്രിയാണ്, 2 മണിയാണ്, ഒരു തയ്യാറെടുപ്പുകളില്ല. 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടുണ്ട്, തയ്യാറെടുപ്പുകളില്ല, ഇരുട്ടാണ്, സന്ധ്യ നടക്കാൻ വഴിയില്ല. ഇതിനൊക്കെ രീതിശാസ്ത്രമുണ്ട്. ദുരന്ത മേഖലയിൽ കെട്ടിടം വയ്ക്കുന്നതിന് രീതിശാസ്ത്രമുണ്ട്. അതിപ്പോഴും മലയാളി പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തം ഞാൻ പറയാണ്, ഇനിയും നമ്മൾ ദുരന്തം കാത്തിരിക്കുകയാണ്. ഓരോ വർഷവും ദുരന്തങ്ങൾ കടന്നു വന്നേക്കാം. നമുക്ക് വയനാടിനെ സംബന്ധിച്ചോളം എനിക്ക് സർക്കാരിൻ്റെ മുമ്പിൽ ഭരണകൂടത്തിന് മുമ്പിൽ ഒരു നിലവിളി പോലെ പറയാനുള്ളത്, വയനാടിന് ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കണം. മലനാടിന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കണം. കാരണം കെട്ടിട നിർമ്മാണ രീതി തന്നെ വ്യത്യാസമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേറൊരു രീതിയിലാണ് നടക്കേണ്ടത്. അതിന് ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ലാൻഡ് യൂസ് മാപ്പ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. ഇന്ന സ്ഥലത്ത് പാടില്ല എന്നുള്ളത് പാടില്ല, അതിനകത്ത് പാടില്ല ഒരു തരത്തിൽ. അതാണ് ഗാഡ്കലും പറഞ്ഞത്. അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളത് കർശനമായിട്ട് നടപ്പാക്കിയതില്ല. കാരണം മനുഷ്യൻ്റെ ജീവനാണ്. അതിൽ ഏറ്റവും സങ്കടം എന്താ പറയുക, പിന്നെ ഇത് മരിച്ചു പോകുന്ന സാധാരണക്കാരല്ല, പാവപ്പെട്ടവർ, ഒരു ഗതിയും ഇല്ലാത്ത, എപ്പോൾ എല്ലാ ലോകത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കെല്ലാം മരിക്കുന്നത് പാവപ്പെട്ടവർ. ഈ വാർത്തകളുടെ ആഘോഷം കഴിഞ്ഞിട്ട് അവർ വിസ്മൃതരാകും. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു വലിയ പാഠമായിട്ട് മാറണം. കാരണം കാലാവസ്ഥ വ്യതിയാനമാണ് ഇതിനുള്ള കാരണം. ഈ 2018 വെള്ളപ്പൊക്കത്തിനെയാണ് കാലാവസ്ഥ വ്യതിയാനം. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം. നഗരവൽക്കരണം പോലെ കടുത്ത നഗരവൽക്കരണം കൊണ്ട് ഇനി മാറ്റിവെക്കാനൊക്കില്ല. ഇത് കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ, അതുമായിട്ട് സംവദിക്കുന്ന രീതിയിൽ ഒരു പുത്തൻ സംസ്കാരം, ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സംസ്കാരം തീർച്ചയായിട്ടും മലയാളി പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ അതിനുള്ള സമയമല്ല. പക്ഷേ തീർച്ചയായിട്ടും നയപരമായിട്ട് ഉള്ള, അതായത് നിയമപരിരക്ഷയോട് കൂടിയുള്ള നയപരമായിട്ടുള്ള രൂപീകരണത്തിന് നമ്മൾ പോകേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കിട്ടുന്ന രീതിയുണ്ട്, അതിന് വേണ്ട ബലമുണ്ട്. അതെ. അപ്പം എനിക്കൊരു സംശയം, ഞാൻ ആസാമിലൊക്കെ നമ്മൾ പോകുമ്പം ഈ കാല് നാട്ടിയിട്ട് അതിനകത്ത് വീടും. അപ്പോൾ ഈ മലനാട്ടിൽ വീട് വയ്ക്കുമ്പോൾ അങ്ങനെ, നമ്മൾ കടപ്പുറത്ത് വീട് വയ്ക്കുമ്പോൾ ഇങ്ങനെ, അങ്ങനെ ഒരു ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും നമുക്കൊരു രീതിശാസ്ത്രമുണ്ട്. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിൽ, തീരപ്രദേശത്ത്, ഇടനാടുകളിലൊക്കെ കേരളത്തിൽ സവിശേഷമായ ഭൂപ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു വാസ്തുശില്പ നിർമ്മാണമുണ്ട്. ഇത് ഇങ്ങനെ നമ്മുടെ ഇതിലുണ്ടോ ശരിക്കും? യഥാർത്ഥത്തിൽ നമ്മൾ മലയാളിയുടെ ഔസ്യത്താണ്, ഭൗതിക ഔസ്യത്താണ് ഇത്തരമൊരു രീതി. മണ്ണിനെ പരിഗണിച്ചുകൊണ്ടുള്ള കെട്ടുനിർമ്മിതി നമ്മുടെ ഒരു ഔസ്യത്താണ്, ഭൗതിക ഔസ്യത്താണ്. ഞാൻ അടിവരയിട്ട് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ ഭൗതിക ഔസ്യത്താണ്. നമ്മൾ പിന്നീടാണ് ജൈവ വാസ്തുശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് നമ്മളൊക്കെ ബഹുമാനിക്കുന്നൊരു മനുഷ്യനുണ്ട്, ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മലയിലാണ് വീട് വയ്ക്കുന്നതെങ്കിൽ മലയുടേതാവണം, മലയുടെ മുകളിലാവരുത്. വെൻ യു ആർ ബിൽഡിംഗ് എ ഹൗസ് ഓൺ എ മൗണ്ടൻ, ഇറ്റ് ഷുഡ് ബി ഓഫ് എ മൗണ്ടൻ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺ എ മൗണ്ടൻ എന്ന് പറയുന്നത് ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ ആർക്കിടെക്റ്റാണ്. കേരളത്തിനെ സംബന്ധിച്ചുള്ള മലമ്പ്രദേശങ്ങളിൽ ഭൂമിക്ക് അനുസരണമായിട്ടുള്ള, ഞാൻ ഈ ആളുകൾ സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളുടെ പേര് പേടിപ്പിക്കാറുണ്ട്. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ പേടിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ചില വിശ്വസിക്കുന്നില്ലെങ്കിലും പറയുന്നൊരു കാര്യം, ഭൂമി എന്ന് പറയുന്നത് ദേവതത്വമാണ്. അതിനെ വേദനിപ്പിക്കരുത്. അതിന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് കണ്ണുനീര് വരും. ഭൂമിക്കൊരു ആത്മാവുണ്ട്, അതിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു കനിവാണ്. ഞാൻ പറയുന്നത് കനവുമാണ്, കനിവുമാണ്, അതൊരു ആർദ്രതയാണ്. അപ്പോൾ ഭൂമിക്ക് അപ്പോൾ കെട്ടിടത്തിന് ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് കെട്ടിടം വെക്കണം. അതിന് മുറിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. അതേപോലെ മലകളിൽ വീട് വെക്കുന്ന രീതി, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തൂണുകളിൽ വീട് വെക്കുന്ന ആസാമിലെ പ്രദേശം, അത് അവിടെ ദുരന്ത ഭൂമിയാണ്. അപ്പം അവിടെ അതുപോലെ കേരളത്തിൽ ഇപ്പം ഈ 2018 കാലഘട്ടത്തിൽ കേരളത്തിൽ ഞാൻ ഒരു 5-6 പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചു. അതിനകത്ത് ഒന്ന് രാമങ്കരി, എടത്തുവ, പുളിങ്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ വയനാട് വൈത്തിരിയിലും പനമരത്തുമൊക്കെ ഞാൻ കെട്ടിടം നിർമ്മിച്ചു. അതിലെ തൂണുകളിൽ പണിയുന്ന കെട്ടിടമാണ്, തൂണുകളിൽ പണിഞ്ഞ കെട്ടിടമാണ്. എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ 2 ഇതും. 2019 ഈ ആസ്റ്റർ ഹോംസിൻ്റെ ആസ്റ്റർ ഗ്രൂപ്പിന് വേണ്ടി ചെയ്ത കെട്ടിടങ്ങളും 2020 ശ്രീ സത്യസായി സേവാ ട്രസ്റ്റിന് വേണ്ടി കെട്ടിടങ്ങളൊക്കെ തൂണുകളിൽ പണിയുന്നത്. അമ്പലപ്പുഴയിൽ ഇതിന് വെള്ളം കയറും. ഇത് ഓരോ മഴയത്തും വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് പാവപ്പെട്ടവർ പ്രശ്നം എന്താ പറയുക, അവർക്ക് നമ്മൾ ഭൂമി പതിച്ചു കൊടുക്കുന്നത് ഒട്ടും വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ് പാവപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കുന്നത്. വളരെ അവിടെ നമ്മൾ ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങൾ, ജീവിതത്തിൻ്റെ പുറമ്പോക്കളിൽ താമസിക്കുന്നവർക്ക് യഥാർത്ഥ പുറമ്പോക്ക് ഭൂമിയാണ് അവർക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ രീതി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവിടെ ചെയ്യുന്നതിന് പരിരക്ഷയോടുകൂടിയുള്ള കെട്ടിടമാണുണ്ട്. അതാ പറഞ്ഞത്, ഭൂമിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഈ മരങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഭൂപ്രകൃതിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കുന്ന പല രീതികൾ, അതിന് ഒരു രീതിയുണ്ട്, കെട്ടിട നിർമ്മാണ രീതിയുണ്ട്. അതിലേക്ക് സവിശേഷമായിട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് കുട്ടനാടുകളിൽ അതൊരു സ്ഥിരം വെള്ളം കയറുന്ന കുട്ടനാടിൻ്റെ അയൽ പ്രദേശങ്ങളിൽ. അല്ല, അപ്പോൾ ശങ്കർ, നമുക്കിപ്പോൾ പണ്ട് നമുക്ക് ഈ പ്രകൃതി, നമ്മൾ മലനാട്, ഇടനാട്, എല്ലാം ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വാസ്തു വിദ്യയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് എങ്ങനെയായിരുന്നു മലമ്പ്രദേശങ്ങളിൽ വീട് വെച്ചിരുന്നത് പണ്ട്? നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെ വീട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും പ്രത്യക്ഷ മുമ്പിലുള്ള കാഞ്ഞിരപ്പള്ളിയിലെ വീട് ഒരിക്കലും ഒരു ഭൂമി വെട്ടിപ്പിളർന്നുകൊണ്ടുള്ള, ഒരു നിരത്തിക്കൊണ്ടുള്ള ഇതില്ല. ഞാൻ എപ്പോഴും പലപ്പോഴും കൗതുകപൂർവ്വം പറയാറുണ്ട്, നമുക്ക് JCB എന്നുള്ള മെഷീനില്ല, അത് കേരളത്തിന് ഹൃദയം മാന്തി പറിച്ചുകൊണ്ട് പോകുന്നതാണ്. നമുക്ക് അത് ഭൂമിയെ, കിട്ടുന്ന ഭൂമിയെ അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി അതിനകത്ത് വീട് വയ്ക്കുക എന്നുള്ളത് വാസ്തുശില്പിയുടെ ഒരു കൃതഹസ്തതയാണ്. അതിനുമായിട്ട് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിന് ഞാൻ ഉൾപ്പെടുന്നൊരു സമൂഹം അതിനെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചോളം, കേരളത്തിന് സവിശേഷമായ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയിൽ ചെറിയ കരുതൽ, ചെറിയ ജാഗ്രത നമുക്ക് ജീവനുകൾ ഒരുപാട് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ്. ഇപ്പം നമുക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ ഇപ്പോൾ കുറേ നാളായിട്ട്. തീർച്ചയായിട്ടും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. കാരണം
എല്ലാത്തിനും താല്പര്യങ്ങൾ വന്നു കഴിഞ്ഞു. താല്പര്യങ്ങൾ ഇനി മേപ്പാടിയിൽ ഇനി വരാൻ പോവാണ്, ഞാൻ പറയണം. മേപ്പാടി വരാൻ പോകുന്ന ചില വലിയ രീതിയിലുള്ള പൂവിൻ്റെ ബാങ്കുകൾ ചില വ്യക്തികളുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് ഭൂമി, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി, അതിനകത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്ന പോലുമില്ല. അതിനകത്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരികയാണ്. അതിൻ്റെ അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണെങ്കിലും ഇത് പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഇപ്പം നാളെ ഈ റിസോർട്ടുകൾക്കകത്തും വരാലോ. ഇതൊക്കെ റിസോർട്ടുകൾ പണിയുന്നതിന് രീതിയുണ്ട്. ഞാൻ പറയില്ല, എൻ്റെ ചില അതിനൊന്നും സംഭവിക്കുന്നില്ല. വയനാട്ടിൽ പോലും നിങ്ങൾ ലക്കിടിയിൽ നിന്ന് ഞാൻ മെയിൻ റോഡിൽ പോയാൽ തന്നെ കാണുന്ന ചില ബഹുനില മന്ദിരങ്ങളുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ്, ഒരു 10 വർഷം മുമ്പ് വയനാട്ടിൽ കാണാത്ത രീതിയിൽ ബഹുനില മന്ദിരം. ഈ ബഹുനില മന്ദിരങ്ങൾ ഞാൻ 1-2 കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ട്. സത്യം രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെറും ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എനിക്കത് കാണുമ്പോൾ പേടിയാണ്. ഇത് കാഴ്ചയിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ ഈ വാസ്തുശില്പത്തിൽ എപ്പോഴും പറയുന്നത് സുഖദർശനം എന്ന് പറയും. സുഖദർശനത്തിൽ കാണാൻ ഭംഗിയായിരുന്നു, അത് സമാധാനം തരണം, ഒരു സെൻസ് ഓഫ് കണ്ടന്റ്. ഒരു വീട്ടിനകത്ത് കയറിയാൽ നമുക്ക് ആശ്വാസം കിട്ടണം, സമാധാനം കിട്ടണം, അതിനുവേണ്ടി കിട്ടണം. അപ്പം അതേപോലുള്ളൊരു ഇത് കിട്ടത്തില്ല. നമുക്കത് കയറുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് ഈ രാജ്യസഞ്ചാരിയാണെന്ന് നമുക്കറിയാം. നമുക്ക് പ്രത്യേകിച്ച് ഈ ചില ഐസ്വാൾ എന്നുള്ളതാണ് മിസോറാമിൽ തലസ്ഥാനം. എനിക്ക് അവിടെ കയറി റോഡ് കിടക്കാൻ പേടിയാണ്. റോഡ് കിടക്കാൻ പേടിയെന്ന് വെച്ചാൽ ഒരു കുത്തനെയുള്ള ചരിവുകളിൽ യാതൊരു ശാസ്ത്രീയതയില്ലാത്ത നിർമ്മാണ പ്രവർത്തനം യഥേഷ്ടം ഇങ്ങനെ അത്. പക്ഷേ നമ്മളിപ്പോൾ അതെപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം നമ്മൾ ഈ മലമ്പ്രദേശങ്ങളിൽ ഇപ്പോൾ ഡാർജിലിങ്ങിന് പോകണോ അല്ലെ ഗാങ്ടക്ക്, നിങ്ങൾക്കത് വലിയ അനുഭവമുണ്ട്. അതെങ്ങനെ അതെ, ആസാം ഗാങ്ടക്ക് അല്ലെങ്കിൽ നമ്മൾ ഡാർജിലിങ്ങിന് പോകണം. അപ്പോൾ ഈ മലഞ്ചെരിവുകളിൽ തീപ്പെട്ടി ബിൽഡർ ബ്ലോക്സ് വയ്ക്കുന്ന പോലെ, അപ്പോൾ അതെന്താ ഇളകി വീഴൂലേ? തീർച്ചയായിട്ടും. എനിക്ക് മിസോറാമിൻ്റെ ഞാൻ ഏറ്റവും ഭീകരമായിട്ടുണ്ട് ഡാർജിലിംഗ്, സിക്കിം, നമുക്കറിയാവുന്ന അവിടുത്തെ എയർപോർട്ട് ഇറങ്ങും പോലെ എനിക്ക് ഈ ടേബിൾ ടോപ്പ് എയർപോർട്ട്, ഐസ്വാളിലെ എയർപോർട്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ കെട്ടം നിർമ്മിതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ആ നിർമ്മിതി എനിക്ക് തോന്നുന്നത് മിസോറാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മിതിയിലേക്ക് വരുന്നത്. വലിയൊരു മെഡിക്കൽ കോളേജാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കഴിയും, അതിനുള്ള ശാസ്ത്രമുണ്ട്, അതിന് അറിവുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ജാഗ്രത. ഞാൻ നേരത്തെ പറഞ്ഞ 2 വാക്കുകൾ ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കനവെന്ന് പറയുന്ന അറിവാണ്. അതിനുള്ള അറിവ് വേണം, അതിൻ്റെ കൂടെ ആർദ്രതയും വേണം, സ്നേഹം വേണം, അവർ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് വേണം. എന്നാൽ തീർച്ചയായിട്ടും അതെ കമ്പാഷൻ, അതൊരു റെസ്പോൺസിബിൾ ആർക്കിടെക്ചറിലേക്ക് വേണം. അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ശങ്കർ ഒറീസയിൽ പണി കഴിപ്പിച്ചത് മെഡിക്കൽ കോളേജ്. വലിയ സൈക്ലോണൊക്കെ വന്നിട്ടും അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരം നിർമ്മിതികളിലെ ശങ്കറിന് കിട്ടിയ അനുഭവം ഒന്ന് പറയാമോ? എനിക്ക് അത് ഞാൻ പറയട്ടെ, ഞാൻ ഈ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവം മാത്രമല്ല, എൻ്റെ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളുടെ സത്തയാണ്. അത് കെട്ടിടങ്ങളായിട്ടല്ല കാണുന്നത്. ഞാൻ ആ ഒറീസയിൽ ഞാൻ ഇപ്പോഴും ഓർമ്മ 1999, അന്ന് ഞാൻ വളരെ ചെറുപ്പമുള്ള 1999 എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ ആദ്യം ഒറീസയിൽ ചെന്നപ്പോഴും ഞാൻ എൻ്റെ വീടുകളെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങിയത്. വീടുകളെ പറ്റി സംസാരിച്ച് അവിടെ ഞാൻ ദുരന്തഭൂമി നിൽക്കുകയാണ്. പ്രത്യേക ഹെലികോപ്റ്ററിൽ ഞാൻ മദ്രാസിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പറക്കുകയും അവിടുന്ന് ഞാൻ ദുരന്തഭൂമിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ദുരന്തഭൂമിയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരു വീട്ടിൽ ഒരു തകർന്ന വീടിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരാളെ കണ്ടു. അപ്പം അയാൾക്ക് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, ആപ്പിളുകൾ വരുന്നു, സൈബീരിയൻ പുതപ്പ് വരുന്നു. അപ്പം ഞാൻ ചുമ്മാ അയാളോട് ഒരു കൗതുക ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ ഇന്ന് വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? 16 പേരുണ്ടായിരുന്നു, ഒരു കൂട്ടുകുടുംബമാണ്. ഇനി ബാക്കിയായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു വീടൊക്കെ വെക്കാനായിട്ട് എന്നെ ആട്ടി പുറത്താക്കിയില്ല എന്നേ ഉള്ളൂ. അയാളെന്നെ ശകാരിച്ച് എന്നെ മാറ്റി. എൻ്റെ ലൈഫെന്ന് പറയുന്നത് എൻ്റെ വീടല്ല, എൻ്റെ കൂടെയുള്ള കുടുംബമാണ്. കുടുംബം നഷ്ടപ്പെട്ടവൻ എന്തിന് വീടെന്ന് ചോദ്യം ചോദിച്ചൊരു വൃദ്ധനായിട്ടുള്ളൊരു ഒഡീഷ ഗോത്രവർഗ്ഗക്കാരനുണ്ട്. ഞാൻ അയാളെ മറക്കില്ല. അതുപോലെ ജീവിതത്തിൻ്റെ ശ്രീലങ്കയിലും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഒരുപാട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യുള്ളൂ. നമുക്ക് ആ ഭൂമിയിലൂടെ അതാണ് ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് 2004 സുനാമി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തീരപ്രദേശത്തു നിന്ന് അകലെയുള്ള മലമ്പ്രദേശത്തേക്ക് മാറ്റുകയല്ല വേണ്ടത്. തീരപ്രദേശത്തെ ഒരു രീതിയുണ്ട്, അവർക്ക് മണ്ണിൻ്റെ കടലിൻ്റെ സംഗീതം കേട്ട് അവർക്ക് ഉറങ്ങേണ്ട, അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാനൊക്കെ പ്രാക്ടിക്കലാണോ? വളരെ പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നത്. അതായത് 2004 കടലിൻ്റെ അവിടെ വരുമ്പോൾ എന്തായാലും വരൂലേ. എൻ്റെ അമ്മ പണ്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, മക്കളെ കടൽപ്പുറത്ത് നിൽക്കുമ്പോൾ കാലുറപ്പിച്ച് നിൽക്കാമെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല, കാല് കുറച്ച് മാറ്റി ഉറപ്പിച്ച് നിർത്തണം, ഇല്ലെങ്കിൽ
ഈ തിര വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൂടെ വലിച്ച് അങ്ങോട്ട് പോകും. അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന അമ്മയാണ്. നമ്മുടെ ആലപ്പാട്ട് ഈ സംഭവം നടക്കുമ്പം കടൽ തീരത്തുള്ള, കടലല്ല ശരിക്കും കായലിൻ്റെ തീരത്തുള്ള വീടുകളാണ് തകർന്നു പോയത്. ഈ കടലും കായലിന് ഇടയ്ക്ക് ഒരു തൃശ്ശൂർ സ്വർഗത്തിൽപ്പെട്ടൊരു സ്ഥലമാണ് കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റഡായത്. അവിടെ ഞാൻ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നമ്മുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വേണം. കാരണം എല്ലാം നഷ്ടപ്പെട്ടു അവരെ കരട് പലർത്തുന്നത്. അപ്പം നമുക്ക് അവിടെ അറിയാം. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് മാറി കുറച്ച് പൊക്കത്തിൽ ഒരു വീട് വെക്കാനായിട്ട് പോയി. വീട് വെക്കാൻ പോയപ്പോൾ അതൊരു മാതൃകയായിട്ട് അന്നത്തെ ഒരു ഭരണകൂടം പറഞ്ഞു അത് ഒരു പ്രൈവറ്റ് ആൾക്കാർക്ക് ചെയ്യുന്ന പ്രതീകാത്മകമായിട്ട് ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അന്ന് VS അച്യുതാനന്ദനായിരുന്നു നമുക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം വന്നിട്ട് ഇത് ഇടിച്ചു കളയാൻ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അതിന് കംപ്ലീറ്റ് രക്ഷാകവചം വെച്ചിട്ട് ഞാൻ വെറും 47 ദിവസം കൊണ്ട് കെട്ടിടം വെച്ച് തീർത്ത് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു ഇടിക്കാനൊക്കെ ഇല്ല. അപ്പോൾ VS അച്യുതാനന്ദൻ ഒക്കെ സഹായിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് ഇതിനെ തടുത്ത് നിർത്താനുള്ള ജനകീയ പ്രക്ഷോഭമാണ് മാറി. അതൊരു പ്രതീകാത്മക പ്രക്ഷോഭം. എന്താണ് അവിടെ ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കി. ഗവൺമെൻറ് പദ്ധതി തയ്യാറാനായിട്ട് അവിടുന്ന് മദുരാശിയിൽ നിന്ന് IIT അവർ വന്നിട്ട് അവർക്ക് കടൽ തീരത്തെ മണലിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് തിരിച്ചറിയാൻ ഒക്കാത്തത്. ഞാൻ പറയുന്നത് മണൽ തീരത്ത് വീട് വയ്ക്കുമ്പോൾ ഏറ്റവും ഉറപ്പുള്ളൊരു പ്രതലമാണ് നമ്മുടെ ഒരു ഭൂമിയാണ് സർവ്വസഹായ മണ്ണ്. അതിലേക്ക് താഴ്ത്തി വെച്ചാൽ മാത്രം മതി. കാരണം അതിൻ്റെ സമ്പാദക ശേഷി വളരെ കൂടുതലാണ്. നിങ്ങളൊരു ഉദാഹരണം നോക്കുക, ഒരു 2 തൊട്ടിക്കകത്ത് സാധാരണ നമ്മുടെ വിളമണ്ണെന്ന് പറയുന്ന പറമ്പിലെ മണ്ണിടുകയും ഒരു തൊട്ടിക്കകത്ത് കടൽപ്പുറം മണലിട്ടിട്ട് നമ്മൾ താഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ 1 ഇഞ്ച് പോലും കടൽപ്പുറം മണ്ണ് താഴില്ല. അതേസമയം ഈ നമ്മുടെ വിളയിലെ മണ്ണ് പകുതി താഴും. ഈ മാസ് ആൻഡ് വോയിഡ്സ് എന്ന് പറയും. അപ്പം ആ പടി ചെയ്യുന്നത് കുറച്ച് യുക്തിയായിട്ട് ഈ തിര വരികയാണെങ്കിൽ തന്നെയും അതിനെ ഈ പേരിക്കുന്ന രീതിയിൽ അടിസ്ഥാനം വളരെ താഴ്ത്തി ചെയ്യണം. അതിൻ്റെ രീതിയാണ് പല ഘട്ടത്തിലും ഇതിനെ കെട്ടി വരിഞ്ഞ് ഉള്ള ഒരു മോണോലിത്തിക് സ്ട്രക്ചറായിട്ട് ചെയ്യണം. ലളിതമാണ്, വളരെ ലളിതമാണ്. അതാണ് IIT എന്ത് ചെയ്യുന്നത് അണ്ടർറീൻ പൈപ്സ്. ഒരുപക്ഷെ ബീനെ കേട്ടിട്ടില്ല. അണ്ടർറീൻ പൈപ്സ് എന്ന് പറഞ്ഞൊരു സാങ്കേതികവിദ്യ ജടിലമായ സാങ്കേതികവിദ്യയാണ്. ഈ പാവപ്പെട്ടവരുടെ കൊച്ചു കുടിലുകൾ കെട്ടാനായിട്ട് അണ്ടർറീൻ പൈപ്സ് എന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഗവൺമെൻറ് സ്പെഷ്യൽ പാക്കേജ് വന്നു. 6 ലക്ഷം രൂപ ഒരു വീടിന് ചിലവാക്കാനായിട്ട്. അണ്ടർറീൻ പൈൽസ് എന്ന് പറയുന്നത് പൈല് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ 4.5 ലക്ഷം രൂപയായി. ആ കെട്ടിടം ഒന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു 20 വർഷം ഏകദേശം 20 വർഷം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ കെട്ടിടങ്ങളൊന്നും പിന്നെ ആളുകൾ സ്വന്തമായിട്ടുള്ള കാശൊക്കെ മുടക്കി അവരുടെ ഈ അണ്ടർറീൻ പൈൽ ഞാനത് മോശമായിട്ടോ ആയിരിക്കാം, ശരിയായിരിക്കും. പക്ഷേ കടൽ തീരത്ത് വരുന്ന വീടുകൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട മതിയാവും. കാരണം എൻ്റെ കെട്ടിടം ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് പ്രതീകാത്മകമായിട്ട് അതിന് തൊട്ടടുത്ത് ചെയ്ത് കെട്ടിടം വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. അത് ഭംഗിയുള്ള വീടുകൾ. നമുക്ക് തിരിച്ചു കൊടുക്കുന്ന വീടുകൾ ഒരു ബോക്സായിട്ട് കൊടുക്കരുത്. അവരുടെ വിശ്വാസങ്ങളൊക്കെ അല്ലെങ്കിൽ മാനസികമായി തകർന്നതും ദുരന്തത്തിൻ്റെ ഒരു ആഘാതങ്ങൾ ഏറ്റവരുമാണ്. അപ്പോൾ ഈ മലനാടുകളിൽ എന്താ ചെയ്യേണ്ടത്? മലയുടെ പ്രകൃതി അനുസരിച്ച് വീട് വയ്ക്കാനുള്ള രീതി ഇപ്പോൾ തട്ടായിട്ട് വീട് വയ്ക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വെള്ളച്ചാലുകൾ വരാനെ മാറ്റിവിട്ട് ഉള്ള ഒരു നിർമ്മാണ രീതി. അങ്ങനെ നമ്മുടെ നാടൻ വിദ്യകൾ ഉപയോഗിച്ച് നാടൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ഒന്നും. പക്ഷേ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ആളുകളെ ഒരിക്കലും താമസിപ്പിക്കാൻ സമ്മതിക്കരുതെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നത്. ഇതിൻ്റെ ദുരന്തം വന്നത് പിന്നെ ഒഴുകിപ്പിറക്കാൻ ദുരന്തം വന്നൊരു വഴിയുണ്ട്. അത് കൃത്യമായി മാർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഗൂഗിളത്തിൽ ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് എതിരെ കൂടെ ചരിഞ്ഞു പോയി, എങ്ങനെ പോയി. അപ്പോൾ എനിക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് എളുപ്പമായിരിക്കും അല്ലേ? 100%. എനിക്ക് ഗൂഗിൾ എർത്ത് എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഇതിനകത്ത് ഒരു ലാൻഡ് യൂസ് മാപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വെള്ളത്തിന് ഒരു വഴിയേ ഉള്ളൂ. വെള്ളം വരുന്ന ഒറ്റ വഴി കൂടെ വരുള്ളൂ. പരന്ന ഒഴുകുമായിരിക്കും. വെള്ളം വരുന്ന വഴി താഴ്ചയിലേക്കല്ലേ വെള്ളം ഒഴുകുള്ളൂ. അതായത് ഈ നമ്മുടെ മുണ്ടക്കൈയുടെ മുകളിൽ തുടങ്ങിയ ജലപാതം അത് പോത്തുകല്ലാണ് അതിൻ്റെ ലാസ്റ്റ് ഒരു പോയിന്റ്. അത് പിന്നെ ഒഴുകി പരന്നാണ് നിലമ്പൂരിലേക്ക് പോകുന്നത്. അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ജലപാത തന്നെയാണ്. ആ ജലപാതയ്ക്ക് 2 വശവുമുള്ള കെട്ടിട നിർമ്മാണം വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. അവിടുത്തെ ഭൂമി ചേർത്ത് നിങ്ങൾ ബാക്കിയുള്ളവരോട് സ്ഥലമുണ്ട്. ഞാൻ പറയും മുണ്ടക്കൈയിൽ തന്നെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നോക്കിയറിയാം. മുകളിലത്തെ സ്ഥലമുണ്ട്, മുകളിലേക്ക് കെട്ടിടം പണിയണം. മാത്രമല്ല കിഴക്കാൻ തൂക്കായ ഒരു മലയുടെ തൊട്ട് മുകളിൽ ഒരുപാട് ഉയരം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ വീട് വയ്ക്കാൻ സമ്മതിക്കരുത്.
അതെ. ഈ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന വേറൊരു സ്ഥലമുണ്ട്. ഞാനൊരു പ്രവാചക ചമത്തിൽ പറയില്ല. ഒന്ന് നമ്മുടെ കാട്ടാക്കടയ്ക്ക് വെള്ളറടയ്ക്ക് അപ്പുറത്തുള്ള അമ്പൂരി എന്ന കുറേ അമ്പൂരി ഒരിക്കലും ഉണ്ടായതാണല്ലോ. വളരെ ദൗർബല്യമുള്ള ഏരിയയാണ്. അതേപോലെ മറ്റൊരു വലിയ ഇത് നമ്മുടെ ആക്കുളത്തിലെ ജലാശയങ്ങൾ, അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടി ജാഗ്രതയോടെ സൂക്ഷിച്ച് എന്താ പറയുക, ഒരു വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കേണ്ടി വരും കേരളത്തിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ. നമുക്ക് പല മിഷൻസ് അതിന് ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. നമ്മളിപ്പം പോസ്റ്റ് ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന പോലെ ഈ ഇതിൽ ഏകോപനമായിട്ടുള്ള ഏകോപനം വേണം. പിന്നെ ആളുകളെ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ വയനാട്ടിൽ ചെയ്തു. അതുപോലെ 2018 ഐക്യരാഷ്ട്രസഭയായിട്ട് ചേർന്ന് ഹാബിറ്റാറ്റ് UN ഷെൽട്ടർ ഹബ്സ് ഉണ്ടാക്കി. അവിടെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി. ഇങ്ങനെയാണ് വീട് വെക്കേണ്ടത്, ഇത്തരം ഭൂമിയിൽ വീട് വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിശീലനമൊക്കെ നടത്തി. പക്ഷേ അതിനപ്പുറമായിരുന്നു ഈ ദുരന്തം എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനോട് സത്യം പറയട്ടെ, ഞാൻ വയനാട് ഒരു സ്ഥലം, ഈ മേപ്പാടി പഞ്ചായത്ത് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എനിക്കവിടെ പോകണം, അവിടെ ചെന്ന് ആണ് എൻ്റെ മരണം എന്ന് ഞാൻ മനസ്സിനകത്ത് എഴുതിയിട്ടിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അത്ര പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ കോടമഞ്ഞ് മുതലുള്ള നല്ല ആൾക്കാരൊക്കെയുള്ള ഏറ്റവും നല്ല, ഞാൻ എന്നും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂമിയാണ്. പക്ഷെ അത് വികലപ്പെടുന്നത് എൻ്റെ നേർക്കാഴ്ചയാണ്. അതിൽ പ്രോപ്പർ പ്ലാനിങ് ഇനി വന്നേ പറ്റുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് വയനാടിന് വേണം, ഇടുക്കിക്ക് വേണം. ഇത്തരം ദൗർബല്യമുള്ള ഭൂപ്രദേശങ്ങൾ പ്രത്യേകം മാസ്റ്റർ പ്ലാൻ. ശങ്കർ, അപ്പോൾ വളരെ നന്ദി. ഈ ശരിക്കും ഇങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. കേരളവും നമ്മളും എല്ലാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്തൊരു ദുരന്തത്തിൽ കൂടി കടന്നു വന്നു. അതും കെട്ടിടങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും സംഭവിച്ചിരിക്കുന്നത്. 3 നിലയുള്ള സ്കൂൾ കെട്ടിടമൊക്കെയാണ് ഇല്ലാതായത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഒപ്പം നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യമാണ്. വളരെ നന്ദി.